നമസ്കാരം, പി എസ് സി മെൻറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എലിമിനേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ലോജിക്കൽ എലിമിനേഷൻ, കറക്കിക്കുത്തെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഈ ലോജിക്കൽ എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇത് പ്രധാനമായിട്ട് യൂസ് ആവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, സിലബസിൽ പറയുന്ന ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് കട്ട് ഓഫിൻ്റെ അടുത്ത് എത്തുന്നു, പക്ഷേ കട്ട് ഓഫ് മറികടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു 5-10 മാർക്ക് അഡീഷണൽ കിട്ടിക്കഴിഞ്ഞാൽ അവരും കയറിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന ലോജിക്കൽ എലിമിനേഷൻ. അപ്പോൾ ഞാനിത് പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, ഇത് ജസ്റ്റ് കറക്കിക്കുത്തല്ല. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ബേസ് ഉണ്ട്, ഒരു ലോജിക് ഉണ്ട്. വെറുതെ ഒരു കറക്കിക്കുത്തി ആൻസറിലേക്ക് എത്തുന്ന ഒരു രീതി അല്ല ലോജിക്കൽ എലിമിനേഷൻ. ഓക്കെ, അത് ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇത് നിങ്ങൾക്കൊരു നോളജ് ബേസിന് മുകളിൽ നിന്നുകൊണ്ടായിരിക്കണം ഈ പറഞ്ഞ എലിമിനേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അത് ആ നോളജ് എന്ന് പറയുന്നത് നിങ്ങൾ പി എസ് സിക്ക് പഠിക്കുന്നതായിക്കോട്ടെ, നിങ്ങൾ സ്കൂൾ കാലം തൊട്ട് പഠിക്കുന്നതാവാം, ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകളായിരിക്കാം. ഇതെല്ലാം കൂടെ വെച്ചിട്ട്, ഈ പറഞ്ഞ അറിവുകളെല്ലാം കൂടെ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ പറഞ്ഞ ഒരു കോമൺ സെൻസ് അഥവാ ലോജിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ആൻസേഴ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കറക്കിക്കുത്തല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. അത് മാത്രവുമല്ല, നിങ്ങളൊരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്തു എന്ന് കൃത്യമായിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഞാൻ ഈ കാരണം കൊണ്ടാണ്, ഞാൻ ചുമ്മാ എന്താണ് എനിക്കൊരു ഗസ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ തോന്നിയിട്ട് ചുമ്മാ എലിമിനേറ്റ് ചെയ്തതല്ല, ഞാൻ കൃത്യമായിട്ടുള്ള റീസൺ കൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്തത്, കട്ട് ചെയ്ത് കളഞ്ഞത് എന്ന് പറയാൻ പറ്റണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന ലോജിക്കൽ എലിമിനേഷൻ കറക്റ്റ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ചുമ്മാ ഒരു കറക്കിക്കുത്തല്ല എന്ന് ഞാൻ വീണ്ടും 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 ആവർത്തിച്ച് പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വഴി ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഈ എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞു തരുന്നു, ഞാൻ കുറച്ച് ടെക്നിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾ ഒരിക്കലും ഇത് നാളെ തൊട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ടെക്നിക്കുകൾ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു എക്സാം എൻവയോൺമെൻറ്റിൽ, എക്സാമിൻ്റെ പ്രഷറിൽ ഈ പറയുന്ന ലോജിക്ക് നിങ്ങളുടെ തലയിൽ വരൂ. കാര്യം അത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, ക്വസ്റ്റ്യൻസിൽ മാക്സിമം ഈ പറഞ്ഞ രീതികൾ അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഒരു പ്രഷർ മൊമെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പറഞ്ഞ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളാം. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ടെക്നിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇക്കഴിഞ്ഞ LGSൻ്റെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഭക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? അപ്പോൾ ഒരു അണക്കെട്ടിൻ്റെ പ്രാധാന്യം എന്താണ്? അത് ഭക്രാനങ്കൽ ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ. ഒന്നാമത്തെ പറയുന്ന വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്, മാത്രം അല്ലേ. രണ്ടാമത്തെ പറയുന്നത് എന്താ, സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഭക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമുക്ക് അറിയോ ഇല്ലയോ അതവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്, അല്ലേ, ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. 4 പറയുന്നത് വിവിധ ഉദ്ദേശ പദ്ധതികൾ, വിവിധോദ്ദേശ പദ്ധതിയാണ് എന്ന് പറയുന്നത് അണക്കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. ഒരു അണക്കെട്ടിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് വൈദ്യുതോൽപാദനം മാത്രമാണോ? അങ്ങനെ ആണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ജലസേചനത്തിന് വേണ്ടി മാത്രം എന്ന് പറയുന്നത് തെറ്റല്ലേ, ശരിയല്ലേ? ഒന്ന് ശരിയാണെങ്കിൽ 3 എന്തായാലും തെറ്റാണ്, അല്ലേ? 3 ശരിയാണെങ്കിൽ 1 എന്തായാലും തെറ്റാണ്. അപ്പോൾ 1, 3 ഒരുമിച്ച് വരില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രമാണ് അണക്കെട്ടുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ജലസേചനത്തിൻ്റെ കാര്യമോ, അല്ലേ? അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ 1 തെറ്റല്ലേ, ശരിയല്ലേ? കാര്യം നമ്മുടെ ഫ്ലഡ്, കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ പോലും അണക്കെട്ടുകളെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായിട്ട് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാമെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് വരെ ഉണ്ടായിരുന്നു, അല്ലേ? അങ്ങനെ പറയുമ്പോൾ ഒന്നാമത്തേത് തെറ്റാണ്. 3 എടുത്ത് നോക്കിയാൽ ജലസേചനത്തിന് വേണ്ടി മാത്രം ആണോ? ജലസേചനത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ വൈദ്യുതോൽപാദനത്തിൻ്റെ കാര്യമാണെങ്കിലോ, അല്ലേ? അണക്കെട്ടുകളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വൈദ്യുതോൽപാദനമാണ്. സോ അതെന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം തെറ്റാണെന്ന് ആദ്യമേ കിട്ടിക്കഴിഞ്ഞു. ഇനി സത്ലജിലാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കൺഫ്യൂഷനാണ്. അറിയില്ലാത്തൊരു വ്യക്തി ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. വിവിധ ഉദ്ദേശ പദ്ധതി, അല്ലേ? അണക്കെട്ടിന് പല പല, ഒറ്റ ഉദ്ദേശമല്ല, പല പല ഉദ്ദേശങ്ങളോട് കൂടി തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അണക്കെട്ട് എന്നാണ് പറയുന്നത്. അത് വളരെ ജനറൽ അല്ലേ?
അണക്കെട്ടിന് പല പല ഉദ്ദേശങ്ങളില്ലേ? വൈദ്യുതോൽപാദനമുണ്ട്, ജലസേചനമുണ്ട്, പിന്നെ വെള്ളപ്പൊക്ക നിയന്ത്രണമുണ്ട്, ഇങ്ങനെ പല പല ഉദ്ദേശമല്ലേ? അതെന്ന് പറയുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അത് തെറ്റായിട്ടെന്ന് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനായിട്ട് നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പം 4 എന്ന് പറയുന്നത് ശരിയാണ്. 4 ശരിയാണെങ്കിൽ അതുള്ള ഒറ്റ ഓപ്ഷനിലൂടെ ഉള്ളൂ അല്ലേ? ഡി എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനിലല്ലേ 4 ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സ്ട്രീം ആണെന്ന് തോന്നുന്നു അല്ലേ? അത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ബാക്കിയുള്ള ഒരെണ്ണം, അവശേഷിക്കുന്ന ഒരെണ്ണം മാത്രം എന്താ? 4 ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാനുള്ളത്, നിങ്ങൾ അതിനകത്ത് ശരി ഉത്തരം തേടാതെ ഏതിന് നിങ്ങൾക്ക് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കും. ഇത് 100% തെറ്റാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് അതിനെ കട്ട് ചെയ്ത് കളയാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി റിമൈൻ ചെയ്യുന്നതാണ് ശരി ഉത്തരം. എപ്പോഴും നമ്മുടെ തോട്ട് പ്രോസസ്സ് ആ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും ശരി ഉത്തരം അതിൽ അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ സമയം പോവും, ശരി ഉത്തരം നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ഒരു ഉത്തരം തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി റിമൈൻ ചെയ്യുന്നതായിരിക്കും ശരി. ആ രീതിയിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഒന്ന് നല്ല രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം എന്താണ്? അതായത് ഹോം മിനിസ്ട്രിയാണ് അല്ലേ? ആഭ്യന്തര മന്ത്രാലയം എന്ന് വെച്ചാൽ ഹോം മിനിസ്ട്രിയാണ്. ഹോം മിനിസ്ട്രി നൽകുന്ന എന്താണ് അവാർഡ് താഴെ തന്നിലേക്ക് ഏതാണ്? ഇത് കൃത്യമായിട്ട് ഒരുപാട് പേരും പഠിച്ചിട്ടൊന്നും പോയിട്ടുണ്ടാവില്ല, അവർക്ക് കിട്ടണമെന്നും നിർബന്ധമില്ല. പക്ഷേ നമുക്കിത് അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്ന് പറയുന്ന അധ്യാപക പുരസ്കാരം, ഹോം മിനിസ്ട്രിയാണ് കേട്ടോ. ഹോം മിനിസ്ട്രി ആഭ്യന്തര വകുപ്പാണ്. അധ്യാപക പുരസ്കാരം എന്ന് പറയുന്നുണ്ട്. ധന്വന്തരി പുരസ്കാരം. ധന്വന്തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും അറിയില്ലെങ്കിൽ പോലും, ഇപ്പോൾ ആയുർവേദ മരുന്നുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആയുർവേദം അല്ലെങ്കിൽ മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലേ? ധന്വന്തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ജീവൻ രക്ഷാ പതക്. 4ാമത്തെ നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാർ അല്ലേ? ഇതിൽ ഹോം മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ, ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ, സെക്യൂരിറ്റി, ഇതൊക്കെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ഹോം മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ശരിയല്ലേ? ആ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സി മാത്രമല്ലേ? ജീവൻ രക്ഷാ പതക്. ബാക്കിയുള്ള നോക്കിയേ, ബാല പുരസ്കാർ, ധന്വന്തരി പുരസ്കാർ, അധ്യാപക പുരസ്കാർ അല്ലേ? അധ്യാപക പുരസ്കാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഹോം മിനിസ്ട്രി അണ്ടറിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് ഏറ്റവും സാധ്യത കൂടുതൽ, ഏറ്റവും പ്രോബബിലിറ്റി കൂടിയത് ഏതാണ്? ജീവൻ രക്ഷാ പതക് അല്ലേ? അപ്പോൾ ഇത് അറിയണമെന്നുണ്ടോ? ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെയും നമ്മൾ എന്താണ്, ഞാനിത് പറയാൻ കാര്യം എനിക്ക് ഹോം മിനിസ്ട്രിയെ പറ്റി എന്താണ് ആ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ എന്നെ പോലെ ഈ പറഞ്ഞ ഹോം മിനിസ്ട്രിയുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ള വ്യക്തിക്ക് ഇത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഐഡിയ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എത്രത്തോളം നിങ്ങളുടെ ഐഡിയാസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ക്ലാരിറ്റി, നിങ്ങൾ പഠിക്കുന്ന ഡെപ്ത് കൂടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എലിമിനേഷൻ ടെക്നിക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നടന്നത് അല്ലേ? അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നടക്കണമെങ്കിൽ അവർ തമ്മിൽ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ആസാം ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെയാണ് മാപ്പിൻ്റെ പ്രാധാന്യം. നമുക്ക് ഓരോ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്, ഇന്ത്യയുടെ മാപ്പിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ആവശ്യമുണ്ട്. മേഘാലയ ബോർഡർ ഷെയർ ചെയ്യുന്നില്ല. പിന്നെ റിമൈൻ ചെയ്യുന്ന 2 ഓപ്ഷനേ ഉള്ളൂ അല്ലേ? സിക്കിം, അരുണാചൽ പ്രദേശ്. ഇങ്ങനെ 50-50 വന്ന് നിങ്ങൾക്ക് ഒന്നും കൃത്യമായിട്ട് കുത്താൻ പറ്റുന്നില്ലെങ്കിൽ പോലും അതെന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. കാര്യം അതിന് നെറ്റ് റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടേ വരുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇതിനകത്ത് അരുണാചൽ പ്രദേശ് നിങ്ങൾ പത്രത്തിലേക്ക് ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. കാര്യം ഈ 2 ഓപ്ഷനിൽ കൂടുതലായിട്ട് സാധ്യതയുള്ളത് അരുണാചൽ പ്രദേശ് മാത്രമാണ് അല്ലേ? ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി. അപ്പം ദക്ഷിൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും? ദക്ഷിൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ? ഒന്ന് സൗത്ത് എന്ന് കണക്ട് ചെയ്യാം. പിന്നെ ആ വാക്ക് പ്രൊണൗൺസ് ചെയ്യുന്ന രീതി നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. ആ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോ അല്ലേ? ചോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലാണോ? അല്ല അല്ലേ? ചോട്ടാ നാഗ്പൂർ, ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ നോളജ് വെച്ചുകൊണ്ട് ചെയ്യാന്ന് പറയുന്നത്. ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു എവിടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ മാൾവ പ്ലേറ്റു എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുക. കച്ച് പീഠഭൂമി എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുക. കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ സൈഡാണെന്ന് നമുക്കറിയാം അല്ലേ? പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ സൗത്ത്, ദക്ഷിൺ എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമി അല്ലേ? സൗത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമല്ല ദക്ഷിൺ എന്ന് പറയുന്ന വാക്ക് എന്താ? ദക്ഷിൺ ഡെക്കാൻ, ദക്ഷിൺ ഡെക്കാൻ. ആ വാക്ക് പറഞ്ഞു നോക്കുമ്പോൾ പോലും വാക്കിൽ നമുക്കൊരു ഒരു സാമ്യത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ട് ആ വാക്ക് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഡെക്കാൻ അല്ലേ? ഇങ്ങനെ കണക്ട് ചെയ്തുകൂടെ? അറിയണമെന്നുണ്ടോ? ഇല്ല.
ഈ രീതിയിൽ എലിമിനേഷൻ ടെക്നിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ആ എലിമിനേഷൻ ടെക്നിക്ക് ആ എക്സാം ഹാളിൽ പ്രഷർ സിറ്റുവേഷനിൽ നിങ്ങൾ അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് വേണം. ഈ രീതിയിൽ നിങ്ങളുടെ ബ്രെയിനെ എന്ത് ചെയ്യണം, ട്യൂൺ ചെയ്തെടുക്കുക. അതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ 100% ഉറപ്പിച്ച് പറയാം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ചെന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇരുന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇന്നത്തെ തൊട്ടുള്ള പ്രിപ്പറേഷൻ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക. ക്വസ്റ്റ്യനുകളെ അപ്രോച്ച് ചെയ്യുന്ന ഈ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അറിയാമോ, ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ആലോചിക്കാനുള്ളത് ജസ്റ്റ് ആ പേര് വെച്ചിട്ട് എന്ത് ചെയ്യാൻ, ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. അടുത്ത് നോക്കിയേ, അത്യാവശ്യം കഴിഞ്ഞ LGS പരീക്ഷയിൽ കുറച്ച് ടഫാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ്. ബൽവന്ത് റായ് മേത്ത അതുപോലെ അശോക് മേത്ത എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? നിങ്ങളൊന്നും ആലോചിക്കേണ്ട, കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്. നല്ല ഇതാണ്, നമുക്ക് വായിച്ചെത്തോ നമുക്ക് അറിയോ എന്നുള്ള പേടിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നോക്കുമ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഗ്രാമപഞ്ചായത്തിൽ പരോക്ഷ തെരഞ്ഞെടുപ്പ്. നമ്മുടെ ചുറ്റുപാടും ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഇലക്ഷൻ നടക്കാറുണ്ട്, ശരിയല്ലേ? നിങ്ങളും 18 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങളും വോട്ട് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? നിങ്ങളുടെ വീട്ടുകാർ വോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളും വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഇങ്ങനെ വോട്ട് ചെയ്യുന്നത്, നമ്മൾ വോട്ട് ചെയ്യണമെങ്കിൽ അത് പരോക്ഷ തെരഞ്ഞെടുപ്പാണോ? അല്ല, അത് ഡയറക്റ്റ് ഇലക്ഷൻ അല്ലേ? ഡയറക്റ്റ് ഇലക്ഷൻ ആണെങ്കിൽ മാത്രമല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തെറ്റല്ലേ? അപ്പോൾ 3 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടില്ലേ? മുകളിൽ തന്നിരിക്കുന്നവെല്ലാം പോയി, അല്ലേ? മുകളിൽ തന്നിരിക്കുന്നത് വെച്ചാൽ 1 2 3 4 ആണ്. അതിൽ 3 ഉണ്ട്, അത് കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്തത് D 1 and 3, A 2 and 3, അത് പോയി കഴിഞ്ഞാൽ ബാക്കി B മാത്രമല്ലേ ഉള്ളൂ. ആൻസർ കിട്ടിയില്ലേ? ബാക്കി അശോക് മേത്ത എന്ത് പറഞ്ഞു അല്ലെങ്കിൽ ബൽവന്ത് റായ് മേത്ത എന്ത് പറഞ്ഞു എന്ന് അറിയാത്ത ഒരു വ്യക്തിക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റും, ശരിയല്ലേ? നമ്മുടെ ചുറ്റുപാട് മാത്രം ഒന്ന് വീക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ആ പ്രോസസ്സിനെ പറ്റി ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ആലോചിച്ചെടുക്കാൻ പറ്റും. ഗ്രാമപഞ്ചായത്തിൽ പരോക്ഷ തെരഞ്ഞെടുപ്പല്ല നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് ധാരണയുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച എലോൺ മസ്കിൻ്റെ കമ്പനി, അല്ലേ? എലോൺ മസ്കിൻ്റെ കമ്പനി ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യ മസ്തിഷ്കം എന്ന് പറയുന്ന വാക്ക് കിട്ടി, വയർലെസ് ചിപ്പ് എന്ന് പറയുന്ന ഒരു വാക്കും നമുക്കവിടെ ഉണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. നോക്കിയേ, ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള 2 ഓപ്ഷനാണ്. മൈക്രോസോഫ്റ്റ്, എലോൺ മസ്കുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല, അല്ലേ? ബിൽ ഗേറ്റ്സ് ആണല്ലോ. ആപ്പിള് ബന്ധമുണ്ടോ? ഇല്ല. ആ 2 കാര്യങ്ങൾ അപ്പോൾ പോയി. അത് നമുക്ക് എല്ലാവർക്കും ജനറലായിട്ട് അറിയാവുന്ന ഒരു അത്യാവശ്യം എന്താണ്, ടെക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇപ്രാവശ്യത്തെ ഇപ്പോൾ നിങ്ങൾ ഇത് കേട്ടിരിക്കുന്ന എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും തന്നെ ഇത് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ഈ 2 കമ്പനിയെ പറ്റി കേട്ടിട്ടില്ലാത്ത ആരും തന്നെ കാണണമെന്നില്ല. സോ ഈ പറഞ്ഞ 2 ഓപ്ഷൻസ് എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്ത് കളയാം. അടുത്ത് നോക്കിയേ, എൻവിഡിയ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാണോ എന്നില്ല. എൻവിഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫിക് കാർഡൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മുടെ ലാപ്പിലൊക്കെ എൻവിഡിയയുടെ സ്റ്റിക്കറൊക്കെ ചിലപ്പോൾ ചിലരിൽ കണ്ടു കാണും. അപ്പോൾ എൻവിഡിയ, പക്ഷേ എല്ലാവർക്കും അറിയണമെന്നില്ല. ന്യൂറ ലിങ്ക്, അല്ലേ? ന്യൂറ ലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനി, അതാരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ നോക്കിയേ, എന്താ അതിൻ്റെ പർപ്പസ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യ മസ്തിഷ്കം, അതായത് മനുഷ്യൻ്റെ ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. മീൻസ് ന്യൂറൺ, അല്ലേ? ന്യൂറോണുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തോ ഒരു സംഭവമാണ്. ആദ്യമായി വയർലെസ് ചിപ്പ് സെറ്റും പറയുന്നുണ്ട്. അപ്പോൾ ന്യൂറോൺ, ന്യൂറ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതല്ലേ? അപ്പോൾ എ അല്ലേ കുത്തേണ്ടത്, ശരിയല്ലേ? കാര്യം ഇങ്ങനെയുള്ള തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാനും പറ്റും. കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ പറഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻസ് എടുത്ത് ചിന്തിച്ച് നോക്കാം. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആൻസർ പഠിച്ചുകൊണ്ട് ആൻസർ അറിഞ്ഞുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ടോപ്പർ, നിങ്ങളിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരുന്ന എല്ലാ വ്യക്തികളും തന്നെ ഈ രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും, അത് 100% ഉറപ്പാണ്. നമ്മൾ നേരത്തെ കണ്ടുള്ള ന്യൂറ ലിങ്കും അതുപോലെ തന്നെ ഹോം മിനിസ്റ്റർ കൊടുക്കുന്ന അവാർഡും ഒന്നും ആരും പഠിച്ചിട്ട് പോയി ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഒരു കോമൺ സെൻസ്, ആ ഒരു ലോജിക്ക് മാത്രം നമുക്കുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ വേണം ഇനിയുള്ള നിങ്ങളുടെ പഠനം എന്ത് ചെയ്യാനുള്ളത്, ട്യൂൺ ചെയ്യാനുള്ളത്, നിങ്ങളുടെ ബ്രെയിനിനെ ട്യൂൺ ചെയ്യാനുള്ളത്. ഓരോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും അതിൻ്റെ ആൻസർ ഞാൻ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ എൻ്റെ കോമൺ സെൻസ്, എൻ്റെ ഇത്ര നാളുള്ള അറിവ് വെച്ചിട്ട് എനിക്കതിൽ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് വേണം ആദ്യം ചിന്തിക്കാൻ. ഓക്കെ, ആ രീതിയിൽ ചിന്തിക്കുക. ആ ബുക്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ടോ, ബുക്കിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തൊട്ടൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്തെഴുതുക. ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്, അല്ലേ? അതിനകത്ത് നോക്കിയേ, ഉളിപ്പല്ല്, അല്ലേ? നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള പല്ലാണ് ഉളിപ്പല്ല്. ചർവണകം എന്താണെന്ന് അറിയാതിരിക്കാം.
കോമ്പല്ല് അല്ലേ, ദെൻ അഗ്ര ചർവണകം. ഇതിനകത്ത് ഉളിപ്പല്ല് എന്ന് പറയുന്നത്, ഉളി എന്ന് പറയുന്നത് മൂർച്ചയേറിയ ഒരു സാധനമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനം വെച്ചിട്ട് ചവച്ചരയ്ക്കാനായിട്ട് നമുക്ക് പറ്റുമോ അതോ കടിച്ചെടുക്കാനാണോ പറ്റുന്നത് ഉളിപ്പല്ല് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഉളിപ്പല്ല് എന്ന് പറയുന്ന ആ രീതിയിലാണ് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞൂടെ. ഉളിപ്പല്ല് എന്ന് പറയുന്നത് ചവച്ചരയ്ക്കാൻ പറ്റില്ല, കാര്യം അതിൻ്റെ സർഫസ് ഏരിയ കുറവല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് മൂർച്ചയേറിയ ഒരു സാധനമാണ്, മാംസം നമുക്ക് കടിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യാം. കടിച്ചെടുത്തതിന് ശേഷം എന്താണ്, ഈ ചർവണകം വെച്ചിട്ടാണ് ചവച്ചരയ്ക്കുന്നത്. ആ ചർവണകം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും, ചർവണകം എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റുള്ള പല്ലുകളാണ് ചർവണകങ്ങൾ, നമ്മുടെ അവസാനത്തെ പല്ലുകൾ. ഓക്കെ, അതാണ് ചവച്ചരയ്ക്കാൻ. അതിൻ്റെ സർഫസ് ഏരിയ കൂടുതലല്ലേ, അപ്പോൾ അവിടെ വെച്ചിട്ട് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ചവച്ചരയ്ക്കാനായിട്ട് സാധിക്കും. സോ ഉളിപ്പല്ലില്ല എന്നുള്ള കാര്യം പേരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലേ. അടുത്തത് കോമ്പല്ല്. കോമ്പല്ല് എന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ പല്ല. ഉളിപ്പല്ല് എന്ന് വെച്ചാൽ താഴത്തെ ആ ഉളി പോലെ ഇരിക്കുന്ന പല്ലും, മറ്റത് കോമ്പല്ലോ. ഈ കോമ്പല്ല് എന്ന് പറയുന്നതും ഇല്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ അല്ലേ. കോമ്പല്ല് അതും ചവച്ചരയ്ക്കില്ല, അതിന് ഏരിയ കുറവല്ലേ. നമ്മുടെ വായിൽ നോക്കിയാൽ തന്നെ, നമ്മുടെ പല്ലിൽ നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഉളിപ്പല്ലും കോമ്പല്ലും ഇല്ലെങ്കിൽ എ പോയി, ഡി പോയി, അതുപോലെ തന്നെ ബിയും പോയി അല്ലേ, 3 പോയി. ബാക്കിയുള്ളത് 2ഉം 4ഉമാണ്. അപ്പോൾ സി ആണ് ആൻസർ. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ശരി ഉത്തരം ഏതാണ്, ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്ന് നോക്കി നിങ്ങൾ ചർവണകവും അഗ്രചർവണകവും കണ്ടുപിടിക്കാൻ നിന്നതിനേക്കാൾ എളുപ്പമല്ലേ ഇത് അല്ലേ. ഏത് വരില്ല എന്ന് ആലോചിച്ചപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലേ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കിട്ടുന്ന ഉത്തരങ്ങൾക്ക് കുറച്ചുകൂടെ ഉറപ്പുണ്ട്, കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസും ആ ഒരു ലോജിക്കൽ എലിമിനേഷൻ ടെക്നിക്ക് എന്താണ്, അതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അത്യാവശ്യം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല, നമ്മൾ വീണ്ടും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് എങ്ങനെ ഇതിൽ ലോജിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താം, ആ രീതിയിൽ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാൻ PSC മെൻറ്റർ എപ്പോഴും കൂടെ ഉണ്ട്. ഇനിയും ഇതുമായിട്ടുള്ള വീഡിയോസുമായി നമ്മൾ വീണ്ടും കാണും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.